ഇന്നലത്തെ വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി സൂപ്പർ മാർക്കറ്റിൽ കയറി പാൽപ്പൊടിയും പാലും ബട്ടറൊക്കെ എടുത്തു. എന്നിട്ട് ഇതേ ബില്ലൊക്കെ അടിച്ച് വീട്ടിലെത്തി. പിറ്റേ ദിവസമായിട്ടാ. അപ്പം പാൽ പേട ഉണ്ടാക്കാൻ പോവാണ്. എന്ന് ഷോപ്പിങ്ങിന് പോയാലും പേട വേണം അവൾക്ക്. അങ്ങനെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതേ പാൻ അടുപ്പത്ത് വെച്ചു, ബട്ടർ ഇട്ടു, പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനും മധുരത്തിനുള്ള പഞ്ചസാര. അപ്പോൾ ഒരു അരക്കപ്പ് എടുത്തോളം ഞാൻ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അതേ ഇട്ട് പഞ്ചസാര നല്ല രീതിയിൽ ഒന്ന് അലിയിച്ചു കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ഇടാൻ പോണത് പാൽപ്പൊടിയാണ്. അതും 1 കപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതിനൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ഞാനിവിടെ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വേണമായിരുന്നു ഉണ്ടാക്കാൻ. ഞാൻ സ്റ്റീലിൻ്റെ കട്ടിയുള്ള പാത്രമാണെങ്കിലും ചെറിയ രീതിയിൽ പഞ്ചസാര ഒന്ന് അടി പിടിച്ചായിരുന്നു. പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. നല്ലോണം തണുത്ത് ഫാൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ചിട്ട് കയ്യിൽ ബട്ടർ തടവി ഒരേ ഷേപ്പിലാക്കി വെക്കുകയാണ്. ഗ്രേസ് ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിൽ പോയായിരുന്നത്. അപ്പോൾ 2-3 ഹാർട്ട് ഷേപ്പിലാക്കാമെന്ന് വിചാരിച്ച് പിന്നെ നോർമൽ നമ്മുടെ ചെറിയൊരു സർക്കിൾ എൻ്റെ കയ്യിൽ പട്ട രീതിയിൽ ഉള്ളൊരു സർക്കിൾ അങ്ങനെ ആക്കി ഒന്ന് റെഡിയാക്കാൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് കുറച്ച് എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും വെച്ച് നല്ല രസമുണ്ടായിരിക്കും, കാണാനും കഴിക്കാനും നല്ലതായിരിക്കും. ബദാം ചെറിയ പീസാക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യുന്നുണ്ട്. അധികം നേരമല്ല, അതൊന്ന് സെറ്റാകാൻ വേണ്ടി മാത്രം. അങ്ങനെ നട്ട്സൊക്കെ വെച്ച് ഇനി ഫ്രീസറിലേക്ക് വെക്കട്ടെ. അങ്ങനെ ഹോം മെയ്ഡായിട്ടുള്ള പേഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഗ്രേസ് ഇന്ന് വരുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും. നമ്മൾ മേടിച്ച് കഴിക്കുന്ന പേടയുടെ സെയിം ഫ്ലേവറും ടേസ്റ്റും ആണ് കേട്ടോ. പിന്നെ അത്ര സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ലായിരുന്നു, പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞൊരു സംതൃപ്തി എന്ന് പറയുന്നത്.